നമ്മൾ ചെമ്മീനട ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക, അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുക. ആ ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മളത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാല, കുറച്ച് ഗരം മസാലയും ചേർക്കുക. അതിനുശേഷം നമ്മളത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച ചെമ്മീനാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വേണ്ടി എടുത്ത് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായി ഒഴിച്ചു കൊടുത്ത് നന്നായി വേവിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. നമ്മളതിന് കുറച്ച് തേങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അരപ്പ് നന്നായി അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത അരപ്പ് നമ്മൾ അതിൽ കൂട്ടി വെച്ച് നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ അരപ്പ് ഒന്ന് വേവുന്നതിന് വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് ഉള്ള പത്തിരി ഉണ്ടാക്കുന്ന മാവെടുത്ത് അത് നമ്മൾ നന്നായി കുഴച്ചെടുത്ത് നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളതിൽ മസാല വെച്ച് കൊടുക്കുക. ആ മസാല വെച്ച് നന്നായി അടച്ചു വെക്കുക. അത് അങ്ങനെ തന്നെ വെച്ച് അങ്ങ് അടച്ചാൽ മതി. അതിനുശേഷം നമ്മൾ നമ്മുടെ ആവിത്തട്ടെടുത്ത് എല്ലാ ഫില്ലിങ് നിറച്ച എല്ലാ അടകളും നമ്മൾ അതിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കുക. ഇത് വളരെ നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഗതിയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ആവി കയറ്റി നമ്മളതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കും, കാരണം അത്രയും ടേസ്റ്റാണ്.